വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വേഗം ഒന്ന് നമ്മുടെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് മറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ വായന തുടങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഹെയർ കെയർ ടിപ്സും അതുപോലെയുള്ള ബ്യൂട്ടി ടിപ്സും പിന്നെ അതുപോലെ നമ്മുടെ ഹോം ബ്ലോഗും ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഫേസിൻ്റെ കോലം കണ്ടോ, ഇതാണ് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് എഫക്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് വൃത്തിയേട് അറിയാൻ പറ്റാത്തത്. അത്യാവശ്യം നല്ല വൃത്തിയേടായിട്ട് തന്നെ ഇരിക്കുകയാണ് എൻ്റെ ഈ രണ്ട് സൈഡും. കാരണം ഏകദേശം ഒരു കുരു വന്നാൽ പോലും ഞാനത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കൈവച്ച് പൊട്ടിക്കാറാണ് കേട്ടോ പതിവ്. മാക്സിമം പൊട്ടിക്കരുത് എന്ന് എൻ്റെ മനസ്സ് പറയും. പക്ഷേ എനിക്കത് പൊട്ടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് കറുത്ത പാടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കാരണം ഈ ഒരു ഐറ്റാണ് കേട്ടോ. ഇത് പണ്ട് കുഞ്ഞിലേക്ക് അമ്മ കുഞ്ഞു പിള്ളേരായിരുന്നപ്പം എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എന്ന് പറയുമ്പം ഒരു മഞ്ഞ കളറായിരുന്നു, നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ സെയിം ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അത് വെറും നമ്മളെ പറ്റിപ്പീര് മാത്രമായിരുന്നു. വെറും മായമായിരുന്നു. പക്ഷെ അത് തേച്ച് കഴിഞ്ഞ് ദേഹം നീറിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ. ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, എന്താ അമ്മയ്ക്ക് കുറച്ച് മഞ്ഞളൊക്കെ വാരി തേച്ചുകൂടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് വെളുത്തിരുന്നേനല്ലോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഈ മഞ്ഞക്കൂവ എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഉണ്ട്. മഞ്ഞക്കൂവ, വെള്ളക്കൂവ, നീലക്കൂവ, അങ്ങനെ ഉള്ള കൂവ ഈ മഞ്ഞളുടെ ഫാമിലിയിൽ പെടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മഞ്ഞക്കൂവയുടെ പൊടിയായിരുന്നു കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു അടുത്ത സമയം വരെയും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ലായിരുന്നു സത്യം. ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ കളർ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വേണേൽ പറയാം. നമ്മുടെ മുൾട്ടാനി മിട്ടിയൊക്കെ ഏത് കളറാണ്, ആ സെയിം കളറാണ്. പക്ഷേ മണം മഞ്ഞൾപ്പൊടിയുടെ മണം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ്. നമുക്ക് ഫസ്റ്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. എന്ന് വെച്ചാൽ പെട്ടെന്നങ്ങ് മാറി നമ്മളങ്ങ് വെളുത്ത് തുടുത്തിരിക്കുക അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കറുത്ത പാടുകളൊക്കെ ഒന്നും മങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് മതിയല്ലോ, എനിക്ക് വെളുത്ത് തുടുക്കണമെന്നൊന്നുമില്ല. ഈ കറുത്ത പാടൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഒരു നമ്മുടെ ഈ ആയുർവേദ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ ഓർമ്മ കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വേറെ ഒരു കെമിക്കലും നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഒറിജിനൽ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അത് കുഴയ്ക്കാൻ ഒരു ഇതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പ്യുവർ തേനാണ് കേട്ടോ. ഞാൻ തന്നെയാണ് ഈ തേനെന്നൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചത്. നമ്മുടെ ഇവിടെ മീറ്റർ ബോക്സിനകത്ത് ഒരു തേനീച്ചക്കൂട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നെടുത്ത് ചെറുതേനാണ്. അതാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. കാരണം നല്ല വിലയാണ്. നമുക്ക് തേനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി തേനും കൂടി ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് കൈവച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാച്ചുറൽ സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ടൈമിൽ വേണേലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ല. മാക്സിമം വൈകിട്ട് രാത്രിയിലൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഒന്നുകൂടി. അതേ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ, എടുക്കണ്ടെന്നല്ല. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, ഇത് തേച്ചാൽ നീറ്റലെടുക്കുമോ? സാധാരണ നമ്മൾ നേരത്തെയൊക്കെ കസ്തൂരി മഞ്ഞൾ തേക്കുമ്പം നീറുമായിരുന്നു.
അപ്പോൾ ഇതൊക്കെ വാരി തേക്കുമ്പോൾ വെളുക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ വാരി തേക്കുമ്പോൾ അമ്മ എന്നോട് പറയും, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കസ്തൂരി മഞ്ഞളൊക്കെ ഇങ്ങനെ വാരി തേക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, നിലവിളിയായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. നമ്മുടെ ഈ കസ്തൂരി മഞ്ഞളിന് എരിയില്ല, നമുക്കൊരു നീറ്റലും എടുക്കത്തില്ല. പക്ഷേ മറ്റേത് കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞിട്ട് വാരി തേച്ചത് വേറെ എന്നതൊക്കെ സാധനമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ വെളുത്തേനേം തോന്നുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. എന്നെ പോലെ മടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത്. നമുക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ തേച്ചാലും ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് ഫെയ്ഡ് ആവുന്നത് കാണാൻ പറ്റുമേ. നമുക്കിതിനകത്ത് വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്തും ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ നല്ല പ്യുവർ തേൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ അപ്കമിങ് ബ്രൈഡ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാനത് പറയുന്നത് കൊണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ എന്തായാലും കല്യാണം കാണും. അപ്പോൾ പിന്നെ അന്നേരം ഇടവിടിയെന്ന് ചെയ്യുന്നതിനേക്കാളും ഇപ്പോഴേ നമ്മളിത് ചെയ്തു പോകുന്നത് എന്തായാലും നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ വെറുതെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയല്ലേ. അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനും കൂടെ ഉള്ളതില്ല കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ എടുത്തോളൂ. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇട്ടത്. സാധാരണ ഞാനിത് രാത്രിയിലാണ് യൂസ് ചെയ്ത് നോക്കാറ്. അപ്പോൾ നിങ്ങളെന്ന് കാണിച്ചു തരാൻ രാത്രിയിൽ എന്തായാലും ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാനത് ഇപ്പം ഇട്ടു. നമ്മൾ ഫേസിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് എന്തോന്ന് വെച്ചാൽ അറിയിക്കുക കേട്ടോ. അതേ ഞാൻ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടങ്ങ് ഉണങ്ങി ഡ്രൈ ആവത്തൊന്നുമില്ല. തേനായതുകൊണ്ട് തന്നെ ഉണങ്ങാൻ കുറച്ച് പാടുമാണ്. എന്തായാലും ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ഫേസിൽ വെച്ചിരിക്കുക. കഴുകാൻ നേരം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഒരു മൈൽഡായിട്ട് മാത്രം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അപ്പം അടിപൊളി റിസൾട്ടാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ കസ്തൂരി മഞ്ഞൾ വാങ്ങുമ്പോൾ കറക്റ്റ് കസ്തൂരി മഞ്ഞൾ മാത്രം നോക്കി വാങ്ങുക. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും അമ്മമാർ കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ച് തേച്ച് കൊടുക്കാറുള്ളവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അത് നല്ല കസ്തൂരി മഞ്ഞളാണോ എന്ന് നോക്കി മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ ഈ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ദേ നമ്മുടെ ഇതൊക്കെ ഞാനൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കണ്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. നല്ല ചേഞ്ച് ഉണ്ട്. നമുക്ക് വൺസ് യൂസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് മനസ്സിലാവും കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ്. നമുക്കിത് സ്ഥിരം യൂസ് ചെയ്താൽ എന്തായാലും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും കേട്ടോ. എനിക്കിതേ ഇവിടെ ഡാർക്ക്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഈ കസ്തൂരി മഞ്ഞൾ ഇട്ട് വേണം കേട്ടോ നമുക്ക് കളയാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.